നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ത്രികോണ മത്സരം. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഭരണം പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് മൂന്ന് മുന്നണികളും. കഴിഞ്ഞ 25 വർഷമായി ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് ഇക്കുറി കൂടുതൽ സീറ്റോടെ അധികാരം നിലനിർത്തുവാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി KPCC മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ MP ജാക്സന്റെ നേതൃത്വത്തിലാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ കുറവിൽ ഭരണം നഷ്ടപ്പെട്ട LDF ഇക്കുറി ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി വിദ്യാഭ്യാസ സമ്പന്നമായ യുവതലമുറയെ പോരാട്ടത്തിനിറക്കിയാണ് LDF നീക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ആവർത്തിക്കാനായാൽ ഭരണത്തിലെത്താമെന്നാണ് NDAയുടെ ആത്മവിശ്വാസം. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണം. മൂന്ന് മുന്നണികളും ഓരോ വാർഡിലും ചിട്ടയോടെ കാര്യക്ഷമമായി നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നേട്ടമുണ്ടാക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വം. അപരന്മാരില്ലാത്തതും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കുറവുള്ളതും മുന്നണികളുടെ തലവേദന കുറച്ചിട്ടുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നതാണ് കൗൺസിൽ പ്രവർത്തനങ്ങളെ ബാധിച്ചതെന്ന തിരിച്ചറിവിൽ 2/3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയെന്ന ലക്ഷ്യവുമായാണ് പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളതെന്നും ഇത് അനുകൂല ഘടകമാവുമെന്നുമാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഇക്കുറി ഭരണത്തിലെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. വിദ്യാസമ്പന്നരായ യുവനിരയെ അണിനിരത്തിയതിലൂടെ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും നേട്ടങ്ങളും അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA നേതൃത്വവും. ഇരിഞ്ഞാലക്കുട 0480ന്റെ നേതൃത്വത്തിൽ ജനുവരി 16, 17, 18 തീയതികളിൽ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രൊഫസർ VK ലക്ഷ്മണൻ നായർ ചെയർമാനും അരുൺ ഗാന്ധിഗ്രാം കൺവീനറുമായി 51 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. അഡ്വക്കേറ്റ് P മണികണ്ഠൻ, സോണിയ ഗിരി, സജീവ് കുമാർ കല്ലട, ശശിധരൻ നടുവിൽ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റർമാരായിരിക്കും. 0480 സെക്രട്ടറി റഷീദ് കാരളം, പ്രസിഡന്റ് പ്രദീപ് മേനോൻ, ട്രഷറർ PR സ്റ്റാൻലി എന്നിവർ പ്രസംഗിച്ചു. അതേപോലെ തിയേറ്റർ ഫെസ്റ്റിവലുമാണ്. ഇതില് ഇന്നു മുതൽ ഈ സംഘാടക സമിതി ഇതിനു വേണ്ട എല്ലാ ചുമതലകളും, അതായത് അതിന് വേണ്ട നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ തന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ ആയിരിക്കണം നമ്മുടേത്. വരും കാലങ്ങളിൽ തുടർന്നു കൊണ്ടുപോകാനും ഇരിഞ്ഞാലക്കുടക്കാരെ എല്ലാവരും കൂട്ടി ഒരുമിച്ച് കൊണ്ടുപോകാനും നല്ല ജനപങ്കാളിത്തത്തോടു കൂടി അത് അവതരിപ്പിക്കുവാനും നമുക്ക് കഴിയണം. കാര്യം ആലോചിച്ചപ്പോൾ പ്രിയപ്പെട്ട ഇന്നസെന്റിന്റെ ഓർമ്മയ്ക്കായി ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും അത് ഡിസംബറിൽ നടത്തേണ്ടതായിരുന്നു. ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ജനുവരിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജനുവരി 16, 17, 18 തീയതികളിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 ദിവസങ്ങളിലായി 7 നാടകങ്ങളാണ് നമ്മൾ അതിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുട ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഡ്വക്കേറ്റ് KR തമ്പാൻ മെമ്മോറിയൽ ഇന്റർ കേരള ബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മാപ്രാണം കിക്ക്ഷാക് സ്പോർട്സ് അരീനയിൽ ഇരിഞ്ഞാലക്കുട അഡീഷണൽ സെഷൻസ് ആൻഡ് ജില്ലാ ജഡ്ജ് N വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബാർ അസോസിയേഷനുകളിൽ നിന്നുമായി 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ തലശ്ശേരി ബാർ അസോസിയേഷൻ ജേതാക്കളായി. പെരിന്തൽമണ്ണ ബാർ അസോസിയേഷൻ, മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ എന്നിവർക്കാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ. സമാപന സമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ജനപ്രിയമായ ഒരു കായിക വിനോദമാണ്, കായിക മത്സരമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ഈ ഫുട്ബോൾ പ്ലേയേഴ്സിനാണ് എന്നും കാണാം. എൻ്റെ കുട്ടികൾ തന്നെ, ചെറിയ 3ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ അർജന്റീന, ബ്രസീൽ അല്ലെങ്കിൽ റൊണാൾഡോ, ഇന്ന് ഞാനിവിടെ ഈ പരിപാടിക്ക് വരുവാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ബൈസിക്കിൾ കിക്കിനെ കുറിച്ചിട്ടൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ഈ റൊണാൾഡോയുടെ ബൈസിക്കിൾ കിക്ക് ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഇത്രയും ജനപ്രിയ, അവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പം ഡ്രസ്സ് എടുക്കുന്നത് പോലും അവർ ഓരോ ജേഴ്സിയുടെ കളറ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവർ മറ്റ് ആക്ടിവിറ്റീസ്, അർജന്റീനയിലെ സ്റ്റേഡിയത്തിന്റെ പേരുകളൊക്കെ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു അത്രയും ജനപ്രീതിയുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായി നമ്മളെ അസോസിയേഷൻ, ബഹുമാനപ്പെട്ട ജഡ്ജ്, നിങ്ങളെ ഓരോരുത്തരെയും
അൽഹാൻ, തരിയൻ പോളി, അഡ്വക്കേറ്റ് സതീഷ്, അഡ്വക്കേറ്റ് ഗുൽഫ്രാൻ AK. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ നീൽ ചടയമുറി തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, വർണ്ണമഴ, കലാസന്ധ്യ എന്നിവ നടന്നു. എടക്കുളം പടിഞ്ഞാറോട്ട് കുമാരൻ ഭാര്യ ദേവകി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് പൂമംഗലം ശാന്തിതീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. രാമചന്ദ്രൻ, വസന്തകുമാരി, സുരേഷ്, ബീന, സജീവ്, സുജിത്, പരേതനായ വത്സല, ജയൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.